റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. നമ്മൾ 3 ദോഹയാണ് ഹിന്ദിയിൽ എടുത്തത്. കബീർദാസിന്റെ ദോഹയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കബീർദാസിന്റെ ആദ്യത്തെ 3 ദോഹ നമ്മൾ പഠിച്ചു. ഞാൻ പഠിപ്പിച്ചു തന്നു. നിങ്ങൾ പഠിച്ചോന്ന് എനിക്കറിയില്ല. അടുത്ത 3 ദോഹയും കൂടി, അടുത്ത 2 ദോഹയും കൂടി നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കബീർദാസിന്റെ ദോഹ എന്ന് പറഞ്ഞുള്ള അധ്യായം അവസാനിച്ചു. ഓക്കെ, ഒന്നാമത്തെ ദോഹ. ഈ 1, 2, 3 ദോഹകള് ഞാൻ എടുത്തത് വീഡിയോ ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു? ക്ലാസ്സിന് ഇല്ലാതിരുന്നവര് റിപ്ലൈ ചെയ്. ക്ലാസ്സിന് ഇല്ലാതിരുന്നവര് ആ വീഡിയോ കണ്ടോ? അതിന്റെ നോട്ട് എഴുതിയോ? അത് പഠിച്ചോ? നിങ്ങളോടുള്ള ചോദ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാവാതിരുന്നത് ആൾസ്റ്റൻ, വിപിൻ, ജോസഫ് കണ്ട? ഓക്കെ. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 4ാമത്തെ ദോഹയിലേക്ക് കിടക്കാം. ഓക്കെ, 4ാമത്തെ ദോഹ, കബീർദാസിന്റെ 4ാമത്തെ ദോഹ. ആദ്യം നമ്മൾ ഇംഗ്ലീഷ്, നമ്മുടെ ഹിന്ദി വായിക്കും. ഹിന്ദിയിലെ ദോഹ എന്താണെന്നുള്ളത് വായിക്കും. അതിനുശേഷം അതിന്റെ മലയാളം പരിഭാഷ നമ്മൾ ഇത് അടിയിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഹിന്ദിയിൽ അർത്ഥം വായിച്ച് പറഞ്ഞു തരും കേട്ടാ. അപ്പൊ പിന്നെ എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടാ. അല്ലെങ്കിൽ ഈ സ്റ്റഡി മെറ്റീരിയൽ മാത്രം വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. വായിച്ചിരുന്നത് വായിക്കാൻ കിട്ടാത്തവരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ. ഓക്കെ, ശ്രദ്ധിക്കാമല്ലോ. അപ്പോ ഇക്കായി അല്ല, ദോഹ 4, 4ാമത്തെ ദോഹയാണ്. വായിക്കാം. കാമി ക്രോധി ലാലച്ചി ഇൻത്തെ ഭക്തി നാ ഹോയ്, ഭക്തി करे कोई सूरमा जाति भरण कुलगोय. എന്നിട്ട് വായിക്കാം. കാമി ക്രോധി ലാലച്ചി ഇൻത്തെ ഭക്തി നാ ഹോയ്, ഭക്തി करे कोई सूरमा ജാതി ഭരൺ കുൽഗോയ്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം എന്താണ് ഈ 2 വരികൾ കൊണ്ട് കബീർദാസ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഓക്കെ, കാമം, ക്രോധം, അത്യാഗ്രഹം, അഹങ്കാരം എന്നീ ദുർഗുണങ്ങൾ മനുഷ്യ മനസ്സുകളിൽ സ്ഥാനം പിടിച്ചാൽ അവിടെ ഭക്തി നിലകൊള്ളുകയില്ല. കാമം, ക്രോധം, അത്യാഗ്രഹം, അഹങ്കാരം എന്നീ ദുർഗുണങ്ങൾ മനുഷ്യ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭക്തി നിലകൊള്ളുകയില്ല. ജാതി, വർണ്ണ, കുലചിന്തകൾ ഇല്ലാത്ത ശൂരന്മാരുടെ മനസ്സിൽ ഭക്തി നിലകൊള്ളുന്നു. യഥാർത്ഥ ഭക്തന്റെ മനസ്സ് എപ്പോഴും പവിത്രമായിരിക്കും. ജാതി മത ചിന്തകൾ സമഭാവനയെ ഇല്ലാതാക്കും. അതിനാൽ ഈ ദുർഗുണങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള സന്ദേശമാണ് കബീർദാസ് നൽകുന്നത്. അപ്പോൾ മൂപ്പരെന്തിന് പറഞ്ഞത്? കാമം, ക്രോധം, അത്യാഗ്രഹം, അഹങ്കാരം ഒക്കെ ദുർഗുണങ്ങളാണ്. അത് മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ ഭക്തി ഉണ്ടാവില്ല എന്നാണ് മൂപ്പര് പറയണത്. അതുപോലെ ജാതി, വർണ്ണ, കുലചിന്തകള് ഇല്ലാത്ത ശൂരന്മാരുടെ, ഇല്ലാത്ത ആളുകളുടെ മനസ്സിൽ ഭക്തി ഉണ്ടായിരിക്കും. യഥാർത്ഥ ഭക്തന്റെ മനസ്സ് എപ്പോഴും പവിത്രമായിരിക്കും. ജാതി മത ചിന്തകള് സമഭാവനയെ ഇല്ലാതാക്കും. അതായത് ഈക്വാലിറ്റി എന്ന് പറഞ്ഞ ചിന്തനെ ഇല്ലാതാക്കും. അതിനാൽ ഈ ദുർഗുണങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള സന്ദേശമാണ് കബീർദാസ് നൽകുന്നത്. ഇനി നമുക്ക് അതിന്റെ ഹിന്ദി അർത്ഥം ഒന്ന് വായിക്കാം. ശ്രദ്ധിക്കട്ടാ. കബീർദാസ് कहते हैं कि कामी क्रोधी ലോബി ഇൻസെ ഭക്തി നഹി ഹോത്തി. കബീർദാസ് എന്താണ് പറയുന്നത് എന്നാൽ, കബീർദാസ് പറയുന്നത് എന്തെന്നാൽ, കാമം, ക്രോധം, അതുപോലെ തന്നെ അഹങ്കാരം എന്നീ ദുർഗുണങ്ങളുള്ള ആളുകളുടെ മനസ്സിൽ ഭക്തി ഉണ്ടായിരിക്കില്ല എന്നാണ് ആദ്യം തന്നെ പറയണത്. ഭക്തി തോ കോയി നിരാല ശൂർ വീർ ഹി കർ സക്താ ഹേ ജിസ്നെ ജാതി വर्ण और कुल का मोह त्याग दिया हो. ഞാൻ ഓരോ വാക്കുകളായിട്ട് വായിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വായിക്കുന്നതിന്റെ ഒപ്പം ഓരോന്നിന്റെ മേളിൽ മലയാളത്തിൽ എഴുതിയിടുക. നിങ്ങൾക്കത് വായിച്ച് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഈ കബീർദാസിന്റെ ദോഹ എന്ന് പറയുന്നത് വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? കബീർദാസ് കഹത്തെ ഹെ കി കാമി ക്രോധി ലോഭി ഇൻസെ ഭക്തി നഹി ഹോത്തി. കബീർദാസ് പറയുന്നത് എന്തെന്നാൽ കാമം, ക്രോധം, അഹങ്കാരം എന്നിവയുള്ളവരുടെ മനസ്സിൽ ഭക്തി ഉണ്ടായിരിക്കുകയില്ല. ഭക്തി തോ കോയി നിരാല ശൂർവീർ ഹി കർ സക്താ ഹെ ജിസ്നെ जाति वर्ण और कुल का मोह त्याग दिया हो. ഭക്തി തോ കോയി നിരാല ശൂർവീർ ഹി കർ സക്താ ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ജാതി വർണ്ണ ഭേദങ്ങൾ മനസ്സിലില്ലാത്ത ആളുകളുടെ, ശൂരന്മാരുടെ മനസ്സിലാണ് ഭക്തി എന്ന് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത്. ഓക്കെ. കാമ, ക്രോധ്, മദ്, ലോഭ്, ലാലച്ച് ആദി ബുരി വാസനായം ഹേ. കാമം, ക്രോധം, അതുപോലെ തന്നെ മദം, അഹങ്കാരം എന്നിവയൊക്കെ അതുപോലെ തന്നെ ഈ എന്താ പറയുക, വർണ്ണകുല ചിന്തകൾ അങ്ങനെ പറയാം. ലാലച്ച് എന്ന് പറഞ്ഞെങ്കിൽ വർണ്ണവിവേചനം എന്ന് പറയാം. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുരി വാസനായം ഹേ, അതായത് മോശപ്പെട്ട ശീലങ്ങളാണ്. ഓക്കെ, എന്താ പറയുക, തെറ്റായിട്ടുള്ള ശീലങ്ങളാണെന്നാണ് പറയണത്. പൊട്ട ശീലങ്ങളാണെന്ന് പറയില്ലേ, അങ്ങനെ പറയാം. യദി കിസി വ്യക്തിക്ക് മൻമേം ഏസി ഭാവനായം ഹേ തോ ഉന്മേം ഭക്തി നഹി ഹോ സക്തി. ആയതുകൊണ്ട് തന്നെ ആരുടെ മനസ്സിലാണോ ഇത്തരത്തിലുള്ള ശീലങ്ങളുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ളത്, അവരില് ഭക്തി ഉണ്ടായിരിക്കില്ല, അവരില് ഭക്തി നിലകൊള്ളുകയില്ല എന്നാണ് പറയുന്നത്. സച്ചേ ഭക്ത് കാ മൻ ഹമേശ പവിത്ര ഹോത്താ ഹേ. എന്താ പറഞ്ഞത്? സച്ചേ ഭക്ത് കാ മൻ ഹമേശ പവിത്ര ഹോത്താ ഹേ. അതായത് ശരിയായ ഭക്തന്റെ മനസ്സ് എപ്പോഴും പവിത്രമായിരിക്കും. യഥാർത്ഥ ഭക്തന്റെ മനസ്സ് എപ്പോഴും പവിത്രമായിരിക്കും. ജാതി വർണ്ണ और कुल, जाति वर्ण और कुल की चिंता से समभाव नष्ट हो जाते हैं. എന്താ പറഞ്ഞത്? ജാതി വർണ്ണ और कुल की चिंता से സമഭാവ് നഷ്ട ഹോ ജാത്തെ ഹേ. അതായത് ജാതി, വർണ്ണം, കുലം എന്നുള്ള ചിന്തകളിൽ നമ്മളുടെ സമഭാവം അല്ലെങ്കിൽ എല്ലാവരും സമമാണ് എന്നുള്ള ചിന്ത നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈശ്വർ സെ വഞ്ചിത് രഹ് ജാത്തെ ഹേ. ഈശ്വർ സെ വഞ്ചിത് രഹ് ജാത്തെ ഹേ, അതായത് ഈശ്വരനെ നിന്ദിക്കുന്നത് പോലെയാണെന്ന് പറയുന്നത്. കബീർ ഇസ് ദോഹെ മേം बुरी वासनाओं से दूर रहने का उपदेश देते हैं. കബീർദാസ് ഈ കവിതയില് അല്ലെങ്കിൽ ഈ ഒരു ദോഹയില് നമ്മളോട്, കവിതയല്ല ഈ ഒരു ദോഹയില് നമ്മളോട് ഇത്തരത്തിലുള്ള അതായത് പൊട്ടശീലങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ, അകന്നു നിൽക്കാനാണ് പറയുന്നത്. ഓക്കെ അല്ലേ? പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ബാക്കിയുള്ളവര് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ബിസ്റ്റോ ഇവിടെ ഉണ്ടോ? റേഞ്ച് കിട്ടണില്ലേ? അതെ, നീ ആ വീഡിയോ കണ്ടു നോക്കിട്ടോ. എന്തായാലും ക്ലാസ്സിന് ഇരുന്നോ, അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ശ്രദ്ധിക്കാട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വായിക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് പറയാം. കബീർദാസ് कहते हैं कि कामी क्रोधी लोभी इनसे भक्ति नहीं होती. അതായത് കാമം, ക്രോധം, അഹങ്കാരം, ഇതില് ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ ഭക്തി ഉണ്ടായിരിക്കില്ല.
भक्ति तो कोई निराला शूरवीर ही कर सकता है जिसने ജാതി വർണ്ണ और कुल का मोह त्याग दिया है. ജാതി വർണ്ണം അതുപോലുള്ള കുലം, ജാതി വർണ്ണം കുലം എന്നീ ആഗ്രഹങ്ങളൊക്കെ എന്നീ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആളുകളുടെ മനസ്സിൽ മാത്രമേ ഭക്തി ഉണ്ടായിരിക്കുള്ളൂ. കാമക്രോധ് മദ് ലോഭ് ലാലച്ച് ആദി ബുരി വാസനായം ഹേ. അതായത് കാമം, ക്രോധം, മതം, അതുപോലെ തന്നെ അഹങ്കാരം, പിന്നെ വർണ്ണവിവേചനം, ഇതൊക്കെ പൊട്ട ശീലങ്ങളാണ്. യദി किसी व्यक्ति के मन में ऐसी भावनाएं है तो उनमें ഭക്തി नहीं हो सकती. ആയതുകൊണ്ട് തന്നെ ആരുടെ മനസ്സിലാണോ ഇങ്ങനെയുള്ള ചിന്തകളുള്ളത് അവരുടെ മനസ്സിൽ ഭക്തി ഉണ്ടായിരിക്കില്ല. സച്ചേ ഭക്ത് കാ മൻ ഹമേശ പവിത്ര ഹോതാ ഹേ. അതായത് യഥാർത്ഥ ഭക്തന്റെ മനസ്സ് വളരെ പവിത്രമായിരിക്കും. ജാതി വർണ്ണ അവർ കുൽക്കി ചിന്ത സേ അവരുടെ ആടാടാ മനസ്സിലായി മനസ്സിലായി. നിനക്ക് റേഞ്ച് കുറഞ്ഞിട്ടാവും. നീ എന്തായാലും അവിടെ ഇരിക്കി, എപ്പോഴും റേഞ്ച് വരും നോക്ക്. റെക്കോർഡ് ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാ യൂട്യൂബിൽ നേരിട്ട് കണ്ടാ പോരടാ. യൂട്യൂബിലല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുന്നതായാലും ഇവിടുത്തെ നമ്മള് ജാതി വർണ്ണ और कुल की चिंता से സമഭാവ നഷ്ട ഹോ ജാത്തെ ഹേ. ജാതി, മതം, കുലം, ഇങ്ങനെയുള്ള വർണ്ണം, ഇങ്ങനെയുള്ള ചിന്തകളിൽ നമ്മുടെ സമഭാവം നഷ്ടപ്പെട്ടു പോവുകയാണ്. അവർ ഈശ്വർ സെ വഞ്ചിത രഹ ജാത്തെ ഹേ. ഈശ്വരനെ വഞ്ചിക്കുന്നത് പോലെയാണ്, നിന്ദിക്കുന്നത് പോലെയാണ്. കബീർ ഇസ് ദോഹെ में बुरी वासनाओं से दूर रहने का उपदेश देते हैं. കബീർദാസ് ഈ ദോഹയിലൂടെ ഈ പൊട്ടശീലകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് ഉപദേശിക്കുകയാണ്, നമ്മളോട് ഒരു സന്ദേശം നൽകുകയാണ്. ഓക്കെ, ഇത്രയാണ് നാലാമത്തെ ദോഹയിൽ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളുടെ അവസാനത്തെയും അഞ്ചാമത്തെയും ദോഹയിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ ദോഹ. ഓക്കെ, ഇവിടുത്തെ നമ്മൾ അഞ്ചാമത്തെ ദോഹ. ഓക്കെ, ആദ്യം നമുക്ക് ആ ദോഹ വായിക്കാം, മലയാള അർത്ഥം വായിക്കാം, അതിനുശേഷം ഹിന്ദി വായിക്കാം. ഓക്കെ. സായി ഇത്തന ദീജിയേ ജാമേ കുടുംബ സമായി. സായി ഇത്തന ദീജിയേ ജാമേ കുടുംബ സമായി. मैं भी भूखा ना रहूं, साधु ना भूखा जाया. मैं भी भूखा ना रहूं, साधु ना भूखा जाया. ഓക്കെ, എൻ്റെ മലയാള അർത്ഥം നോക്കി നോക്കാം. മനുഷ്യന് ധാന്യങ്ങളോടോ ധനത്തിനോടോ അമിതമായ ആഗ്രഹം പാടില്ലെന്ന സന്ദേശമാണ് ഈ ഈരടികളിലൂടെ കബീർദാസ് നൽകുന്നത്. എന്താണ്? മനുഷ്യന് ധാന്യങ്ങളോടോ ധനത്തിനോടോ അമിതമായ ആഗ്രഹം പാടില്ലെന്ന സന്ദേശമാണ് ഈ ദോഹയിലൂടെ കബീർദാസ് നമുക്ക് നൽകുന്നത്. ഓക്കെ, തൻ്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനും അതിഥികൾ വന്നു ചേർന്നാൽ അവരെ സൽക്കരിക്കാനും ആവശ്യമായ ധനം, ധാന്യം മാത്രം ആഗ്രഹിക്കുക. ഓക്കെ, എന്താ പറയുന്നത്? തൻ്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനും അതിഥികൾ വന്നു ചേർന്നാൽ അവരെ സൽക്കരിക്കാനും ആവശ്യമായ ധനമോ ധാന്യമോ മാത്രം ആഗ്രഹിക്കുക എന്നാണ് കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത്. അമിതമായ ധനവും ധാന്യവും പ്രശ്നങ്ങൾക്ക് കാരണമായി മാറും. ഒരു തരത്തിൽ നോക്കിയാൽ കറക്റ്റ് ആണോ പറഞ്ഞ കാര്യം, അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നണേ ഈ പറഞ്ഞ കാര്യത്തില്? അമിതമായ ധാന്യം അല്ലേ? അമിതമായ ധാന്യം, അമിതമായാൽ അമൃതം വിഷം എന്ന് പറയില്ലേ, അതന്നെ സാധനം. നോക്കാം, നമുക്ക് ഹിന്ദി വായിക്കാം. कबीरदास भगवान से प्रार्थना करते हुए कहते हैं कि हे ईश्वर,
मुझे इतना ही आ, अन्न और धन अन्न और धन दीजिए जिसमें मेरे परिवार का लालन पालन आसानी से हो जाए। कबीरदास भगवान से प्रार्थना करते हुए कहते हैं कि हे ईश्वर, मुझे इतना ही अन्न और धन दीजिए जिसमें मेरे परिवार का लालन പാലൻ ആസാനി സെ ഹോ ജായേ. അതിനർത്ഥം എന്താ? കബീർദാസ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. എന്തെന്നാൽ ഈശ്വര ഭഗവാനെ, മറ്റേടാ അവന് പോലെയില്ല. നിങ്ങൾ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൊരു ഡാവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ പിള്ളേരെ? ഡവറയോളിയാണോ? ആ ഡവറയോളി അതന്നെ. ഈശ്വര ഭഗവാനെ ഡവറ ഈശ്വര ഭഗവാനെ ജാതി അലക്കോളാള്. അതന്നെ. ആടാ ഇഷ്ടോ? ആ ഇവിടെ ഇപ്പൊ കേക്കണ്ട? ഇപ്പൊ കേൾക്കണ്ട? ഇപ്പൊ കേൾക്കണണ്ടാ? അവസ്ഥയാണല്ലോ എന്റെ. ഓക്കെ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ബെസ്റ്റോ അവിടെ ഇരുന്നോ, ഞങ്ങള് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. ശ്രദ്ധിക്ക് എല്ലാവരും, ബാക്കിയുള്ളവര്. ഓക്കെ, അപ്പൊ പറയണത് ഇതിലിപ്പോ ഈശ്വര എന്ന് പറഞ്ഞിട്ടോ നീ അതാ ഓർമ്മ വന്നത്. ഓക്കെ, അപ്പോ കബീർദാസ് ഈ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഈശ്വര എനിക്ക് എന്താ പറയാ അമിതമായിട്ടുള്ള പൈസ ഒന്നും വേണ്ട എന്നാണ് ആള് പറയണത്. എനിക്ക് എൻ്റെ കുടുംബത്തിനെ പോറ്റാൻ ആവശ്യമായിട്ടുള്ള, അതായത് കുടുംബത്തിനെ നല്ല രീതിയിൽ പോറ്റാൻ ആവശ്യമായിട്ടുള്ള ധനവും ധാന്യവും തരൂ എന്നാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായ? എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാനും അവരെ പോറ്റാനും ആവശ്യമായിട്ടുള്ള ധനവും ധാന്യവും എനിക്ക് നൽകൂ എന്നാണ് നമ്മുടെ കബീർദാസ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, और कोई अतिथि आए तो उसका भी आदर സത്കാർ കർ സകെ. അതായത് ഇത് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാനും പരിപാലിക്കാനും ആവശ്യമായതും പിന്നെ വിരുന്നുകാരെങ്കിലും അതിഥികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ സൽക്കരിക്കാനും ആവശ്യമായിട്ടുള്ള ധനം അല്ലെങ്കിൽ ധാന്യം എനിക്ക് നൽകുക, എനിക്ക് അത് മാത്രം നൽകുക എന്നാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. ओके, कबीर जी इस दोहे द्वारा यह शिक्षा दे रहे हैं कि मानव को കേൾക്കണില്ലല്ലോ. ഒരു മിനിറ്റ്, നീ ഈ കോള് കട്ടേണ്ട. ഓക്കെ, ഞാന് നീ ഈ കോള് റെക്കോർഡ് ചെയ്തോ? അപ്പൊ ഞാനിത് പറയണതിന്റെ ഒപ്പം നിനക്ക് കേൾക്കാം. ക്ലാസ് പറയണതിന്റെ ഒപ്പം കേൾക്കാം. മുള്ള വീടിന്റെ മേളില? അത് ശരി. ഞാൻ റെക്കോർഡ് എന്തായാലും അയക്കും. ഇപ്പൊ ക്ലാസ് കേൾക്കണമെങ്കിലേ പറഞ്ഞേ. ഓക്കെ ശരി. ആടാ ശരി. മനസ്സിലായി. എപ്പോഴാ പോയി കറണ്ട്? അതെ, ശരി. ഓക്കെ എന്നാ ശരി. ഓക്കെ മക്കളെ, എവിടെത്തി നമ്മള്? എവിടെത്തി? എവിടെത്തിടാ? ആരേലും
ओके ओके अപ്പൊ എന്താ പറയണത് कबीर जी इस दोहे द्वारा यह शिक्षा दे रहे हैं कि मानव को कोई भी लोभ नहीं करना चाहिए जो जो कुछ उसके पास है उसमें ही खुश होना चाहिए അതായത് അമിതമായ ഒന്നിനും ആഗ്രഹിക്കാൻ പാടില്ല മനുഷ്യൻ അമിതമായ ഒന്നിനും ആഗ്രഹിക്കാനായിട്ട് പാടില്ല എന്താണോ അവന്റെ കയ്യിലുള്ളത് അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ള ഒരു പാഠമാണ് കബീർജി നമുക്ക് ഇത് ഈ ദോഹയിലൂടെ തരുന്നത് ओके എന്താ പറയണത് कबीर जी इस दोहे द्वारा यह शिक्षा दे रहे हैं कि मानव को कोई भी लोभ नहीं करना चाहिए जो कुछ उसके पास है उसमें ही खुश होना चाहिए കബീർ ജി നമുക്ക് തരുന്ന പാഠം ഈ ദോഹയിലൂടെ തരുന്ന പാഠം എന്താണ് നമ്മൾ അമിതമായി ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല നമുക്കുള്ളതിൽ സന്തോഷം കണ്ടെത്തണം ഇത്രയാണ് പറയണത് ഓക്കെ പിടികിട്ടിയോ പറഞ്ഞത് ഇതോടുകൂടി നമ്മുടെ 5 ദോഹയും അവസാനിക്കുകയാണ് ഓക്കെ ഹിന്ദിയിലെ ദോഹ നമ്മുടെ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ ദോഹ കഴിഞ്ഞു പിന്നെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് അയച്ചതൊന്ന് നോക്കട്ടെ ഞാൻ മക്കളെ നിങ്ങൾ റിപ്ലൈ ചെയ്യട്ടോ നിങ്ങൾ മിണ്ടാണ്ടിരിക്കല്ലേ റിപ്ലൈ ചെയ്യും ഹിന്ദിയില് ഇപ്പൊ ദോഹ കഴിഞ്ഞു പിന്നെ അനുതാപ് ഞാൻ എടുത്തു മധുരത്ത് എടുത്തില്ലേ ഞാൻ ഏത് മധുരത്തോ അല്ല അത് വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജോസഫേ മധുരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കവിതയുടെ ആശയം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ആ കവിതയുടെ ആശയം ഞാൻ എഴുതിയെന്ന പോലെ എനിക്ക് തോന്നുന്നത് ഒരു ഓർമ്മ നോട്ടൊന്നും എടുത്ത് നോക്ക അപ്പൊ അറിയാൻ പറ്റും ഉണ്ടല്ലേ ഓക്കെ അപ്പൊ അനുതാപ് മധുരിതു പിന്നെ ദോഹ അല്ലെ ഇത് മൂന്നും കഴിഞ്ഞു ഇനി നമുക്ക് സൂചന അധികാർ പത്ര ജുലൂസ് ആനന്ദ് കി ഫുൽജഡിയം ഈ 3 ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ ഫോക്കസ് ഏരിയയിലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇത്രയും എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ എഴുതുക ആ ക്വസ്റ്റ്യന്റെ ആൻസറിൽ ഇപ്പൊ നമ്മൾ പഠിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ എഴുതാന്നുള്ളത് ഡിസ്കസ് ചെയ്യാം കേട്ടാ ഓക്കെ അജയൻ എന്താ ഷിക അതല്ലേ ഓക്കെ ഓക്കെ ഭയങ്കര